ഇന്നത്തെ വീഡിയോ 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായും വൈകിട്ട് ചായക്കൊപ്പവും കഴിക്കാവുന്ന ഒരു പലഹാരമാണിത്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് റവയാണ്. റവ ഞാൻ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വറുത്ത റവയായാലും എടുക്കാം, അല്ലാത്ത റവ എടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് പഴമാണ്, ഏത്തപ്പഴമാണ് എടുത്തേക്കുന്നത്. ഒരു 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം ഒരു 3-4 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ ബദാം പൊടിച്ചതാണ്. അത് ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ നമുക്കൊരു പാനിലേക്ക് 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് നമുക്ക് ആ ഏത്തപ്പഴം ഒന്ന് വഴറ്റിയെടുക്കണം. ഈ രീതിയിലൊന്ന് വഴണ്ട് വരണം. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 പിടി വരുന്ന രീതിയിലാണ് തേങ്ങ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഒരു 1/2 കപ്പൊക്കെ മതി തേങ്ങ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഏലക്കാപ്പൊടിയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചേക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ആ റവയും പഴവും ഒക്കെ ആയിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഈ സമയത്ത് നമുക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം. ഞാൻ ആ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് കിട്ടിയിട്ടില്ല. ഈ സമയത്ത് നമുക്കൊരു 3-4 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നന്നായിട്ടത് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, ആ പഴവും റവയുമായിട്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ബദാം ഒന്ന് പൊടിച്ചെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് ഈത്തപ്പഴവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ആ ഒരു തീയിൽ തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അന്നേരം ആ ഈത്തപ്പഴം ഒന്ന് ലൂസാവും. അത് ചൂട് തട്ടുമ്പോൾ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റിയിട്ടിട്ട് ചെറിയ ചൂടിൽ തന്നെ നമുക്കിത് ബോളാക്കി എടുക്കണം. ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കത് ഇതേ രീതിയിൽ ബോൾ പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. ഈ രീതിയിലൊന്ന് ബോൾ പിടിച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട. ഏത്തപ്പഴത്തിൻ്റെതുമായ ആ ഡേറ്റ്സിൻ്റെ നനവിലും ഇത് നന്നായിട്ട് കുഴഞ്ഞ് നമുക്ക് ബോൾ പിടിക്കുന്ന രീതിയിൽ കിട്ടും. ഈ രീതിയിൽ വേണം നമ്മൾ ഓരോന്നും പിടിച്ചെടുക്കാനായിട്ട്. അങ്ങനെ ബാക്കിയുള്ള എല്ലാം ഞാൻ പിടിച്ചെടുക്കുന്നുണ്ട്. എല്ലാം ഈ രീതിയിൽ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സ്റ്റീമറിൽ വെച്ചൊന്ന് ആവി കയറ്റി എടുക്കണം. ഇതൊരു 15 മിനിറ്റോളം വെച്ച് നമുക്കൊന്ന് ആവി കയറ്റി എടുക്കേണ്ടതാണ്. ഇതിൽ ഓയിലോ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ് ഇത്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഇത് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകിട്ടത്തെ 4 മണിക്കും ഒക്കെ കഴിക്കാവുന്നതാണ്. നമ്മൾ ആവി കയറി വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇതിൽ പഞ്ചസാര വേണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ഒഴിവാക്കാവുന്നതാണ്. ആ ഏത്തപ്പഴത്തിൻ്റെയും ആ മധുരത്തിൽ നമുക്കിത് എടുക്കാവുന്നതാണ്. പിന്നെ പഞ്ചസാര ചേർത്താൽ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു മധുരവും കൂടെ വരുമ്പോൾ 2 രീതിയിൽ നമുക്ക് കഴിക്കാവുന്നതാണ് ഈ ഒരു പലഹാരം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ്റെ ഓള് മറക്കാതെ ഇവിടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ.